പുരാനേ വിണ്ണിലിരുന്നിടും തമ്പുരാനേ വിദ്യയരുളുക തമ്പുരാനേ വിണ്ണിലിരുന്നിടും തമ്പുരാനേ പാവങ്ങൾ ഞങ്ങൾ തൻ പഞ്ചേന്ദ്രിയങ്ങളും പാവനമാക്കുക തമ്പുരാനേ പുരാനേ വിണ്ണിലിരുന്നിടും തമ്പുരാനേ പാവങ്ങൾ ഞങ്ങൾ തൻ പഞ്ചേന്ദ്രിയങ്ങളും പാവനമാക്കുക തമ്പുരാനേ പാവങ്ങൾ ഞങ്ങൾ തൻ പഞ്ചേന്ദ്രിയങ്ങളും പാവനമാക്കുക തമ്പുരാനേ വിദ്യയരുളുക തമ്പുരാനേ. ആദിചിന്തകൾക്കെതിരെയും മതചിന്തകൾക്കെതിരെ പ്രവർത്തിച്ച് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ആനന്ദതീർത്ഥൻ. അദ്ദേഹത്തിന്റെ ഒരു പഠന ഗവേഷണ കേന്ദ്രം നിങ്ങൾ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ, കാരണം ഇവിടെ എവിടെയില്ല, അതിൻ്റെ ഒരു ട്രസ്റ്റിന്റെ കീഴിൽ, ശ്രീനാരായണ ട്രസ്റ്റിന്റെ കീഴിൽ ഇവിടെ പയ്യന്നൂർ ഇതുണ്ട്, ഒരു സംഘടനയുണ്ടെന്നല്ലാതെ വേറെ കേരളത്തിൽ എവിടെയില്ല. അപ്പൊ തിരുവിതാംകൂറിൽ കൊച്ചി ഭാഗത്ത് നമുക്കൊരു സംഘടന തുടങ്ങണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്വാമി ആനന്ദതീർത്ഥന്റെ ഒരു സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയത്. ഒരുപാട് പരിപാടികൾ ഞങ്ങൾ ചെയ്തു. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ഭാഷക്ക് അലിയാൻകോടൊക്കെ വലിയൊരു മാനസിക അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ സംഘടനയാണ്, പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ ഈ സൽപ്രവൃത്തിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞാൽ സിറ്റിയിലെ ധാരാളം കോളേജിലെ ഫാക്കൽറ്റികൾ, സാറിനെ പോലെ ധാരാളം ആൾക്കാരുടെ പിന്തുണ, യുവ ഗവേഷണം, അപ്പൊ അതിനെയൊക്കെ ഒന്ന് കൂട്ടിയിണക്കി കൂട്ടിച്ചേർത്തുകൊണ്ട് MK സാനു പഠന ഗവേഷണ കേന്ദ്രം നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന് പ്രോഗ്രാമിന്റെ അവസാനം വരെ എല്ലാവരും കേൾക്കാനുണ്ടാകണം. യുവ ഗവേഷകരെ സംബന്ധിച്ച് ജോസഫ് സാറിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നമ്മൾ നിരന്തരം കാണുന്നതാണ്, വായിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ യാതൊരു തർക്കവുമില്ല. സമൂഹം നന്നാകുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിലെല്ലാവർക്കും ആത്മസുഖമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആത്മസുഖം ലഭിക്കുന്നതിന് ഉള്ള വഴിയാണ് പലരും തേടുന്നത്. ആ വഴിയിലാണ്, പക്ഷെ ആ പോക്കിലാണ് തെറ്റുപറ്റുന്നത്. അതൊന്ന് നേരെയാക്കി എടുക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ ഒരു നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ സാനുമാഷ പോലെയുള്ള മഹാന്മാർ പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ സൊസൈറ്റിയെ മാറ്റാൻ സാധിക്കുമെന്ന് ഇതുപോലെയുള്ള ഗവേഷണ കേന്ദ്രങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ തത്വങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങളെ പറ്റിയുള്ള ചർച്ചയെല്ലാം വളരെ പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കുറച്ചുകൂടി കാര്യമായിട്ട് ഇതിൻ്റെ ഭാരവാഹികൾ ആലോചിക്കേണ്ടതുണ്ട്. തുടങ്ങുന്ന അതേ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും എനിക്ക് അവരോട് അഭ്യർത്ഥനയുണ്ട്. കാരണം ഈ ആധുനികത എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് വരുന്നതാണ്. 17-18 നൂറ്റാണ്ടിലുണ്ടായ എൻലൈറ്റ്മെന്റ് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചിന്താ പദ്ധതിയാണ് ആധുനികത. സയൻസ്, അതുപോലെ റീസൺ, അതിനെയാണ് ബേസ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ് ആധുനികത എന്ന് പറയുന്നത്. അതിപ്പോഴും തുടരുന്നുണ്ട് എന്ന്, അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സാനുമാഷിന് പ്രസക്തിയുള്ളത് എന്ന് ഹബർമാസിനെ പോലെ അവർ പറയുന്നുണ്ട്. ആ 18-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള ശാസ്ത്ര പുരോഗതി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. 2 യുദ്ധങ്ങളാണ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ. അതോടുകൂടിയാണ് ഈ ആധുനികതയോട് വിയോജിപ്പുണ്ടായത്. കാരണം ഈ ആധുനിക കാരണമാണ് 2 ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായത്. അതല്ല, ഈ ശാസ്ത്രം ചെയ്യുന്ന ഒരു വലിയ ദോഷം ഈ മൃഗങ്ങളിലും, ഗിനിപ്പിഗ്, അതുപോലെ വരങ്ങുകൾ, എലികൾ, ഇതിലൊക്കെ ആധുനികയുടെ പ്രോജക്റ്റ് അവസാനിച്ചു കഴിഞ്ഞു. ലോകം മാറി.
അപ്പം അങ്ങനെ ഒരു മാറ്റി സ്പിയർ എന്ന് പറയുന്ന വിഷയം അത് ഖബർമാസിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ് പബ്ലിക് സ്പിയർ. പബ്ലിക് സ്പിയർ വലിയൊരു ചർച്ചയിലേക്ക് വരുന്നുണ്ട്. സ്ത്രീകൾക്ക് എന്നോട് അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചതാണ്, ഒരു കവിത എന്നൊരു പുത്രാധുനികതയായി മാറിക്കഴിഞ്ഞു. ഒരു കവിതയാണെന്നുള്ള കാര്യം തുറന്നു പറയുന്നത്. അതാണ് അധികതാസംഖ്യർ എന്ന് പറയുന്നത്. കഥ പറയുകയാണ്, ഞാനൊരു കഥയാണ്, ഒരിക്കലും ഞാനൊരു കഥ. ഒത്തിരി അപഭ്രംശം സംഭവിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടിയാണ് സാഹിത്യകാരന്മാർക്കും അസൂയയും അവരുടെയൊക്കെ മനസ്സ് എത്തുമാത്രം തുറന്ന് ഓപ്പണാകേണ്ട ഇവരൊക്കെ സാഹിത്യ സൃഷ്ടി നടത്തുന്നു. ആധുനികതയോ ഉത്തരാധികതയോ എന്തും ആയിക്കോട്ടെ, എന്താ ലക്ഷ്യം ഇതിന്റെയൊക്കെ? സാമൂഹ്യ നന്മയാണ്. അന്യനായിത്തീരുന്ന ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള നിലവിളിയാണ് സാഹിത്യം. എം എൻ മാഷ് പറഞ്ഞ വിജയൻ മാഷ് ഇവിടെ അരച്ചാൻ വയറിനു വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി സാഹിത്യ സൃഷ്ടി നടത്തുന്ന അനവധി ആളുകളെയാണ് നമുക്ക് കാണാറത്തിൽ. അങ്ങനെയുള്ള കുറച്ച് 10 പേര് അതിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കേരളം എന്ത് നന്നായിരുന്നേനെ എന്ന് ചിന്തിച്ചു. വളരാവുന്ന വിധത്തിലുള്ള ഒരു ചിന്ത ഇതിന്റെ പുറകിൽ ഉണ്ടാവണം. അല്ലാതെ എന്തെങ്കിലും ചെയ്ത് നാളുകൾ കഴിച്ചു കൂട്ടത്തിലേക്ക് പോയാൽ പോരാ. സാധ്യമാണ്. ഞാൻ പറയുന്നത് മലയാള ഭാഷ മാത്രമല്ല, ലോകത്തിലെ ഭാഷകളുമായുള്ളൊരു ഇന്റഗ്രേറ്റഡ് ഒരു വലിയ ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ നേട്ടം. മലയാളം ചെറുതാണെന്ന് തോന്നുമെങ്കിലും മലയാളത്തിന്റെ ഉള്ളടക്കം കൊണ്ട് അത് വലിയ ഒരു ശേഷിയുള്ള ഭാഷയാണ്. അപ്പൊ ലോക ഭാഷകളുമായി ബന്ധപ്പെട്ട ഒരു ഉത്കൃതത്തിന്റെ ഒരു വേദിയായി അതിന് പറ്റുന്ന ആളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ചർച്ച ചെയ്യുന്നതോറും പുതിയ പുതിയ ആശയങ്ങൾ വരും. അത് ചെയ്യണം. ഒന്നതാണ്. മറ്റൊന്ന്, മാഷിന്റെ ഒരു സംഭാവന പ്രസംഗ കലയിലാണ്. ഇതൊരു പുസ്തകമുണ്ട്, പ്രസംഗ കല എന്നൊരു ചെറിയ പുസ്തകമുണ്ട്. ഞാനത് കോളേജ് പഠിക്കുന്ന കാലത്തെ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ചെയ്യാവുന്നൊരു കാര്യം, കേരളം ശ്രദ്ധിക്കുന്ന ഒരു അവാർഡോട് കൂടിയ ഒരു പ്രസംഗ മത്സരം സാനുമായിട്ട് പേര് വെച്ചാൽ അതുകൊണ്ട് ഉചിതമായിരിക്കും. ആലോചിക്കണം എന്നാണ് എൻ്റെ പക്ഷം. ആലോചിക്കാവുന്ന കാര്യം അത് ചെയ്യാൻ പറ്റും. അത് കോളേജ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. മാഷിന്റെ പ്രസംഗത്തിന്റെ ഒരു രീതി തന്നെ ഒരുപാട് പേര് നമുക്ക് പ്രസംഗങ്ങളുണ്ടെങ്കിലും ഭാഷയുടെ ഒരു സൗകുമാര്യവും അതിൻ്റെ ഒരു ചമൽക്കാരവും ആശയത്തിന്റെ തുളച്ചു കയറാനുള്ള ശേഷിയുമൊക്കെ വെച്ചിട്ട് മാഷ് പറയുന്നതിന് വലിയ ഒരു ശക്തിയുണ്ട്. പോയാലും അച്ഛൻ്റെ ആ മൂല്യങ്ങളും ആദർശങ്ങളും ഒന്നും ഒരിക്കലും കൈവിട്ടു പോകാതിരുന്ന ഒരാളാണ്. അത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങൾ അത് തന്നെയാണ്. അതുപോലെ തന്നെ ആരോടും ഒരു നീരസം കാണിക്കാനോ എന്ത് നമുക്കെതിരെ ഞങ്ങൾക്ക് പക്ഷെ അത് സാധിക്കാറില്ല. നമുക്ക് ചിലപ്പോൾ ക്ഷമയും ദേഷ്യവും ഒക്കെ വരാറുണ്ട്. പക്ഷെ അച്ഛനങ്ങനെ ആയിരുന്നില്ല. ഒരു അവസാനമൊക്കെ അച്ഛനൊന്ന് ഭയങ്കരമായിട്ട് ഒരു വഴി പോലും എത്ര ആവശ്യമാണെങ്കിലും ആരെങ്കിലും കാണാൻ വന്നാൽ പോലും അത് അസ്വസ്ഥതയാണ് അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്ന് പറയാതെ അച്ഛൻ്റെ അവശതയും വിഷമവും മറന്ന് അച്ഛൻ അവരെ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു നല്ല സംരംഭം തുടങ്ങിയ പ്രബോധ ട്രസ്റ്റിന് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് എല്ലാവിധ പ്രാർത്ഥനയും ആശംസയും നൽകിക്കൊണ്ട് ദേവരാജൻ മാഷിനെ കൊണ്ട് ചിട്ടപ്പെടുത്തി മറ്റേ സംഗീതം കൊടുത്ത് മലയാള ഗാനശാഖ ഒരിക്കലും മറക്കാനാവാത്ത വിധം ഇനിയും എത്രയോ ദശകങ്ങൾ സന്ദേശമായി കൊടുത്ത ഒരു വ്യക്തിയുടെ 50ാം ജന്മവാർഷിക ദിനം. സാൽമാഷാണെങ്കിലോ സ്നേഹഭാഷണങ്ങളിലൂടെയും എഴുത്തുകളിലാണെങ്കിലും പ്രഭാഷണങ്ങളിലാണെങ്കിലും ആ സ്നേഹ സന്ദേശം എനിക്ക് തോന്നുന്നു കുമാരനാശാനെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ ആ സ്നേഹദർശനമാണ്. സാലുമാഷിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ സ്നേഹദർശനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് കോളേജിൽ പഠിക്കും. ഞങ്ങൾക്ക് പാറ്റേൺസ് മതി, 1, 2, 3 ആള്. ഈ പാറ്റേണിന്റെ സാലുമാഷിന്റെ സ്ഥലത്ത് ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു. ഞാൻ സാലുമാഷിന്റെ സ്റ്റുഡൻ്റാണ്. 2 വർഷം ബ്രണ്ണൻ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായി സാലുമാഷ്. അന്ന് സാലുമാഷ് ഇത്രയും വലിയൊരു വ്യക്തിത്വമാണ്, ഇത്രയും വലിയൊരു ആളാണെന്ന് തിരിച്ചറിവൊന്നുമില്ല. നമ്മുടെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഉള്ളത് ഈ ഒരു ദിവസത്തിനെ കൂടുതൽ സന്തോഷമുള്ളതാക്കുന്നു. എൻ്റെ അധ്യാപകനായിട്ടുള്ള എസ് ജോസഫ് സാറിൻ്റെ
കവിതകളുടെ പഠന സമാഹാരം എഡിറ്റ് ചെയ്യുവാനുള്ളൊരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് പ്രകാശനം ചെയ്യുവാനായി സാനുമാഷിനെ സമീപിക്കുകയും ആ സമയത്ത് സാറ് പറഞ്ഞൊരു കാര്യമാണ്, അത് ജോസഫ് സാറ് പറഞ്ഞു, പുതിയ കവിതകളൊന്നും ഞാൻ വായിക്കാറില്ല, എനിക്ക് താല്പര്യമില്ല അത്തരം കവിതകൾ. പക്ഷേ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സംസാരം വളരെ അത്ഭുതത്തോടു കൂടിയാണ് എല്ലാവരും നോക്കിക്കാണുക. അദ്ദേഹത്തിന് ക്ഷീണം വരുമോ, അദ്ദേഹത്തിന് ഒന്ന് നിർത്താൻ വെള്ളം കൊടുക്കണോ എന്നൊക്കെ നമ്മൾക്ക് പേടിയൊക്കെ വരും. സെന്റ് പോൾസ് കോളേജിൽ അദ്ദേഹം വന്നപ്പോഴും ഞാൻ നവീൻ സാറിനോട് പറഞ്ഞു, സാറിനൊരു കുറിപ്പ് ഞാൻ കൊടുക്കട്ടെ, കാരണം ഒരു 3/4 മണിക്കൂറോളായി സംസാരിക്കുന്നു, നിർത്താൻ വേണ്ടി ഞാനൊരു കുറിപ്പ് കൊടുക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്കും സാറ് പറഞ്ഞു വേണ്ട, സാറിന്റെ സമയത്ത് നിർത്തിക്കോളൂ എന്ന് പറയും. കാരണം നമ്മളെ ഒരു രീതി നമുക്ക് സാറിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ടെൻഷനായിരുന്നു. സാറിങ്ങനെ ഒരു 3/4 മണിക്കൂറോളം നിന്ന് ഭാഷയെക്കുറിച്ച്, ഭാഷയുടെ ഒരു മാറ്റത്തെക്കുറിച്ച്, നിഘണ്ടുക്കളെ കുറിച്ച്, ഹെർമൻ ഗുണ്ടാറ്റിനെ കുറിച്ച് എല്ലാം സംസാരിക്കാം. അദ്ദേഹം ഇന്നുണ്ട്, നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ 98ാം ജന്മദിനമാണ്. 96ഉം 97ഉം ജന്മദിനം ഞാൻ ജോലി ചെയ്ത എൻ്റെ സ്ഥാപനത്തിൽ വന്ന്